ഗുഡ് മോർണിംഗ്. വീണ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഫ്രൈഡ് റൈസ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനാവശ്യമായ സാധനങ്ങളാണ് നമ്മളിവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ആദ്യം നമ്മൾ അരി വേവിക്കാൻ എടുത്താണ്. ബസ്മതി അരി 2 കപ്പാണ് എടുത്തിരിക്കുന്നത്. ചീഞ്ചട്ടി ചൂടാക്കിയിട്ട് അതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. സൺഫ്ലവർ ഓയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുത്താൽ മതി. അത് കഴിഞ്ഞിട്ട് നമ്മൾ 4 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. ആ 4 കോഴിമുട്ട നമ്മൾ ഒഴിച്ചു കൊടുത്ത് മുട്ടയ്ക്ക് ആവശ്യമായ ഉപ്പ് മാത്രം ഇട്ട് നമ്മളൊന്ന് സ്പ്രിങ്കിൾ ചെയ്തെടുക്കുക. നന്നായിട്ട് സ്പ്രിങ്കിൾ ചെയ്തെടുക്കുക. നിങ്ങൾക്ക് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി വേണമെന്നുണ്ടെങ്കിൽ ചെറിയൊരു കളറിന് മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ ഇടാം. ഞാനിവിടെ ഇട്ടിട്ടില്ല കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മളത് മാറ്റി വേറൊരു ബൗളിലേക്ക് ആക്കി മാറ്റി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ചട്ടി കഴുകൊന്നും വേണ്ട. നമ്മൾ അതേ ചട്ടിയിൽ തന്നെയാണ് വീണ്ടും റെസിപ്പി ഉണ്ടാക്കുന്നത്. കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു 4 സ്പൂണോളം ഓയിലാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. പിന്നെ അതിലേക്ക് ആവശ്യമായ വെജിറ്റബിൾസ്, ക്യാരറ്റ്, ബീൻസ്, ഒരു വലിയൊരു സബോള എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേറെ വെജിറ്റബിൾസ് എന്തെങ്കിലും ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതൊക്കെ ആഡ് ചെയ്യുക കേട്ടോ. അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് നമ്മൾ ഇളക്കി കൊടുക്കുക. പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് വെളുത്തുള്ളി അരിഞ്ഞതാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ഒരു 4-5 വെളുത്തുള്ളി. പിന്നെ ഈ വെജിറ്റബിൾസിന് ആവശ്യമായ കുറച്ച് ഉപ്പ് നമ്മൾ ഇട്ടിട്ടുണ്ട്, അതിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ക്യാപ്സിക്കം, ഒരു മീഡിയം സൈസ് ക്യാപ്സിക്കത്തിൻ്റെ പകുതിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ട് അരിഞ്ഞിട്ട് ഇതിലേക്ക് ഇട്ടിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഞാനിത് ഫുൾ സിമ്മിൽ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഇതിലേക്ക് ആവശ്യമായ ഗ്രീൻ സോസ് ഒരു 2-3 സ്പൂണോളം നമ്മൾ ഇട്ടാൽ മതി. കൂടുതലായിട്ട് നമുക്ക് എരിവ് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഇടാം. ഞാൻ ഇപ്പോൾ 3 സ്പൂണേ ഇട്ടിട്ടുള്ളൂ. പിന്നെ ഇതിലേക്ക് ടൊമാറ്റോ സോസ് അല്ലെങ്കിൽ കെച്ചപ്പ് എത്രയാണെന്ന് വെച്ചാൽ ഇടാം. ഞാനൊരു 2 സ്പൂണ് ഇട്ടിട്ടുണ്ട്. പിന്നെ അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. നമ്മൾ പിന്നെ ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സോയ സോസ് ആഡ് ചെയ്യാം. ഞാനത് ഇട്ടിട്ടില്ല. പിന്നെ വേവിച്ച് വെച്ചിരിക്കുന്ന ബസ്മതി റൈസാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. 2 കപ്പ് ബസ്മതി റൈസായിരുന്നു ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അത് കുറച്ച് നാരങ്ങ നീരും ഉപ്പും ഓയിലും ഒഴിച്ചിട്ട് നമ്മൾ വേവിച്ചെടുത്തിരിക്കുന്നതാണ്. അധികം വേവേണ്ട ആവശ്യമില്ല. റൈസ് ഒന്ന് പൊട്ടിപ്പോണ രീതിയിൽ. ഇനി ഇപ്പോഴാണ് ഞാൻ സോയാ സോസ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പോഴാണ് റൈസിലേക്കൊക്കെ സോയാ സോസിൻ്റെ ഫ്ലേവർ എടുക്കുള്ളൂ. അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ മാറ്റി വെച്ചിരിക്കുന്നുണ്ടായിരുന്ന കോഴിമുട്ടയിലെ എഗ്ഗ് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഷുഗർ നമ്മളൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ കുറച്ച് പെപ്പർ പൊടി, ഒരു 2 സ്പൂണോളം പെപ്പർ പൊടി നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. താങ്ക് യു.